ഇതൊന്ന് തോണ്ടി വയ്ക്കിയാൽ കാര്യം നടക്കുമെന്ന് വിചാരിച്ചിട്ട് വരുന്നവരും ഉണ്ടാവും. അപ്പോൾ അതാണ് സൂക്ഷിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിലെന്ന് പറഞ്ഞാൽ നിന്ന് പോകണമെങ്കിൽ നല്ലോണം ഉൾക്കാഴ്ച വേണം. നല്ലോണം ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ, പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടി ഉൾക്കൊണ്ടിട്ട് വേണം സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാൻ. ഹായ് ഗേസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും കൊച്ചുകടിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? നല്ല വിശേഷമല്ലേ? അപ്പോൾ നോമ്പൊക്കെ എങ്ങനെ? പിന്നെ ഇന്നലെ ഒരു മഴയൊക്കെ പെയ്തല്ലേ വൈകുന്നേരം, ഉഷ്ണത്തിനൊക്കെ ഒരു ശമനമായി. എന്താണ് എല്ലാവരുടെയും വർത്തമാനമൊക്കെ? എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ വർത്തമാനം? അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മളെ ഇത്ര ഇങ്ങനെ ഈ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചതിൽ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികളോടും ഞാൻ ആദ്യമായിട്ട് പറയല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് താങ്ക്സ് പറയാറുണ്ട്. നിങ്ങളടുത്ത് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയണമല്ലോ, കാരണം നിങ്ങളാണല്ലോ സപ്പോർട്ട്. അപ്പം നിങ്ങൾ തന്നെയാണ് എൻ്റെ സഹോദരികളും സഹോദരന്മാരും ഒക്കെ. ഒരുപാട് പേര് നമ്മളെ കട്ടൊക്കെ നിൽക്കുന്നവരുണ്ട്, എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നവരുണ്ട്, നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നവരുണ്ട്, ഒരുപാട് തത്തമാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുടുംബത്തിലേതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ലതായിട്ട് കെയറിങ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സഹോദരികളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, താത്തമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ യൂട്യൂബേഴ്സ് തന്നെ ഉണ്ട്, കുറേ യൂട്യൂബേഴ്സിനായിട്ട് ഞാൻ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു ഭാഗം അത് ഒരു സന്തോഷമാണ് എനിക്ക്. പിന്നെ നമ്മൾ വീഡിയോക്ക് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, വെറൈറ്റീസ് ഒന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ സന്തോഷത്തിലിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പരിഹസിക്കുന്നവരും താഴ്ത്തി കെട്ടുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നാട്ടുപ്രദേശമാകുമ്പോൾ പറയാമല്ലോ, കുറച്ചൊക്കെ ഗ്രാമപ്രദേശങ്ങളാകുമ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാവും. അവൾ വലിയ യൂട്യൂബറാണ്, വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ് എന്നൊക്കെ. ഞാൻ ഇന്നിപ്പോൾ ഒരു കൊച്ചു ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം വ്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോളറൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് $100 ആവണം, എന്നാലേ നമുക്കൊരു ഏണിങ്സ് കിട്ടുള്ളൂ. നമുക്കൊരു ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതിനൊക്കെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനിരിക്കുന്നത്. നമ്മൾ എന്താപ്പോൾ ഈസി ആണെന്ന് തോന്നും, വീഡിയോ എടുക്കുക, ഒരു വീഡിയോ ഇടുക, അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമെന്ന് അറിയാത്തവർക്ക് അറിയാം, വ്ളോഗർമാർക്ക് അറിയാം കേട്ടോ. പിന്നെ ഈസി അല്ല, കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ട്. ഞാൻ യൂട്യൂബിലേക്ക് വരുന്നതിന് മുന്നേ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. എന്തപ്പോൾ ഒരു വീഡിയോ എടുക്കുക ഇടുക എന്നുള്ളത്. ഇതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. യൂട്യൂബ് കുറേ ഓപ്ഷൻസ് വെക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ പാലിക്കണം. അതിനനുസരിച്ച് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ, റീൽസ് കണ്ടൻറ്റ് തീരെ വരാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിക്കാനുണ്ട്. എന്ത് ജോലിയാണെങ്കിലും അതിനൊക്കെ കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ട് അല്ലേ, ഇല്ലാണ്ടിരിക്കുമോ? ഇനിയിപ്പോൾ മീൻ വെക്കുകയാണെങ്കിൽ അതിന് റിസ്ക് ഉണ്ട്, ഹോട്ടൽ ഫീഡാണെങ്കിൽ റിസ്ക് ഉണ്ട്. അതേപോലെ ഒരു പലചരക്ക് കടയാണ്, ഡ്രസ്സ് കടയാണെങ്കിൽ, എന്ത് ഷോപ്പ് നടത്തുകയാണെങ്കിലും കൂലിപ്പണിയാണെങ്കിലും എല്ലാറ്റിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഒന്നും കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ കഴിയില്ല. അപ്പോൾ അതാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കും നല്ലോണം റിസ്ക് ഉണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഒരു പെണ്ണ് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായ പഴികളൊക്കെ കേൾക്കേണ്ടി വരും. കുറച്ചൊക്കെ നമ്മൾ കേട്ടതാണ്, ഇപ്പോൾ തുടങ്ങിയോണ്ട് അത്ര വല്ലാണ്ടില്ല. സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ഇന്നെന്താ വീഡിയോ ഇടാൻ, വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേ, വീഡിയോ ഇട്, നല്ല വീഡിയോ ഇട്, നല്ല വ്യൂസ് ഇട്ടുള്ളൂ. നമ്മളെടുത്ത് ചാനലിൻ്റെ പേരൊന്ന് ചോദിച്ചിട്ട് സെർച്ച് ചെയ്ത് കാണുന്നവരുമുണ്ട്, സപ്പോർട്ടാക്കുന്നവരും ഉണ്ട്, നേരെ തിരിച്ചുണ്ട് കേട്ടോ. ഒരു നാടാകുമ്പോൾ ജനങ്ങളാകുമ്പോൾ പലതും ഉണ്ടാവും. എന്താ പറയുക, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എടുത്തങ്ങ് പൊക്കി ചിലപ്പോൾ താഴത്തേക്ക് ഇടുകയും ചെയ്യും. പിന്നെ നമ്മൾ വായന എന്തെങ്കിലും ചെറുതായിട്ടൊരു പാട്ട് വന്ന് പറയും വേണ്ട,
തീർച്ചയാണ്. പിന്നെ അവർ പറയുന്നതൊക്കെ കുറച്ചൊക്കെ അംഗീകരിച്ചെടുക്കണം. മൗനമാണ് നല്ലത്. അപ്പോൾ അതിനൊക്കെ പ്രതികരിക്കാനും വല്ലാണ്ട് പോകരുത് എന്ന് ചിലതിന് പ്രതികരിക്കേണ്ടി വരും. എന്തിനാ അറിയും, നമ്മളോട് മോശമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു പെണ്ണ് അത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഇതിലൊക്കെ വരുന്നുണ്ടാവുക എന്ന് ചിന്തിക്കും. അപ്പോൾ ഇതൊന്ന് തോണ്ടി വയ്ക്കിയാൽ കാര്യം നടക്കുമെന്ന് വിചാരിച്ചിട്ട് വരുന്നവരും ഉണ്ടാവും. അപ്പോൾ അതാണ് സൂക്ഷിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിലെന്ന് പറഞ്ഞാൽ നിന്ന് പോകണമെങ്കിൽ നല്ലോണം ഉൾക്കാഴ്ച വേണം. നല്ലോണം ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ, പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടി ഉൾക്കൊണ്ടിട്ട് വേണം സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാൻ. അല്ലാതെ വായ തോന്നുന്നത് ഫുള്ള് വിളിച്ച് പറഞ്ഞ് കുടുംബകാര്യങ്ങൾ ഫുള്ള് വിളിച്ച് പറഞ്ഞ് എന്നിട്ട് അങ്ങോട്ട് അത് വെച്ചിട്ട് നമ്മളങ്ങോട്ട് എന്താ പറയുക ചൂഷണം ചെയ്യാൻ നോക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ പബ്ലിക്കിലിട്ടിട്ടുണ്ട്. ആവശ്യമില്ലാതെ ആരെന്നെ വിളിക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യത്തിന് മാത്രം വിളിക്കുക, സംസാരിക്കുക. ആവശ്യമില്ലാണ്ട് വിളിക്കുന്ന കോളുകൾ ഞാൻ എടുക്കാറില്ല. എടുത്ത് നോക്കും. ഫോണിൽ പൈസ ഉണ്ടെങ്കിലേ ഇതാവുള്ളൂ. പിന്നെ എടുത്ത് നോക്കും. ചിലർക്ക് എന്നെ സഹായിക്കണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ വേണം. സ്കാനറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ സഹായിക്കുന്നവർ എന്നെ സഹായിക്കും എന്നുള്ളൊരു എനിക്കറിയാം. അല്ലാതെ പേഴ്സണലായിട്ട് അതുമുണ്ട്. ഒരു കക്ഷി പിന്നെ കുറച്ച് ലോങ് ഡ്രസ്സ് കടയണേ എന്നൊക്കെ പറഞ്ഞ് അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആൾ വീഡിയോ കാണുന്നുണ്ടോ അറിയില്ല. പിന്നെ വേറെ ആയി സംസാരം. കാരണം നമ്മളെ റിഷ മൊയ്തു ചാനലിൽ ഇത്താക്ക് ഒരുപാട് പേര് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ട്. താത്തമാരും കൊടുക്കാറുണ്ട്, കാക്കന്മാരും കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മളെ സഹായിക്കുന്ന ആണെന്ന് വിചാരിച്ച് ഞാൻ ഒക്കെ ഇതൊക്കെ അഡ്രസ്സും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ പിന്നെ ഡ്രസ്സ് പാക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ വേറെ കാര്യങ്ങളായി പറയാം. എപ്പോഴും നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അതൊന്നും എനിക്ക് നടക്കുന്ന കാര്യമില്ല. ഒരു മാന്യമായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത്യാവശ്യം സംസാരിക്കും, അത്യാവശ്യം മെസ്സേജ് അയക്കും. ഹക്കായിട്ടുള്ളൊരു കാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. ഹക്കായിട്ട് അവർ സുഖമില്ലാത്ത അമ്മയാണ്, വാപ്പില്ലാത്തൊരു കുട്ടിയാണ്, സഹോദരങ്ങളില്ല. അപ്പോൾ നാളെ എത്തീൻ്റെ ഒരു ഇതിലേക്ക് കാരണം എന്നുള്ള ഒരു ഇതിലേക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്തും എന്നുള്ള രീതിക്ക് സഹായിക്കുന്നവരാണെങ്കിൽ ഓൾറെഡി അഡ്രസ്സും കാര്യം കിട്ടിയാൽ ആ സാധനം അയച്ചു തരും. പക്ഷേ എനിക്ക് ഇങ്ങനെ എല്ലാം ഉണ്ടായ പിന്നെ ഞാൻ ആ മെസ്സേജ് നിർത്തി, ഞാൻ ബ്ലോക്ക് ചെയ്തു. നമുക്ക് മനസ്സിലായി അത് റൂട്ട് ശരിയല്ലാന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ അവോയ്ഡ് ചെയ്യലാണ് പതിവ്. ഹയറായിട്ട് ഹക്കായിട്ട് ഹലാലായിട്ട് പറഞ്ഞ പോലെ നല്ല രീതിക്ക് സമൻസാലെ നമുക്ക് സഹായിക്കുകയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് താത്തമാരുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അബാധങ്ങൾ പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയവരുണ്ട്. അത് കേട്ടിട്ട് വിശ്വസിച്ചിട്ട് കുറേ മൂഢന്മാരുണ്ട്. എന്നിട്ട് അത് ഏറ്റി പറയുന്നവർ. അങ്ങനെ കുറച്ച് പേര് ഇവിടെ ഉണ്ട് കേട്ടോ. അതെനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. അത് എല്ലാ നാട്ടിലും ഉണ്ടാവും. ചിലയിടത്ത് കുറച്ചധികം പേരുണ്ട്. അവരുദ്ദേശിച്ചിടത്തേക്ക് നമ്മൾ ചെല്ലണില്ല. അപ്പോൾ അവരുദ്ദേശിച്ചിടത്തേക്ക് എത്തിക്കാൻ നോക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ ഈ ഷോപ്പ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോപ്പ് വിൽപ്പനയ്ക്ക് പരിചയപ്പെടുത്തിയ കക്ഷി തന്നെ പിന്നെ അയാൾ ഉദ്ദേശിച്ച കാര്യത്തിന് എന്നെ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അകറ്റി നിർത്തിയപ്പോൾ, അതായത് ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായപ്പോൾ അയാൾ എന്നെപ്പറ്റി മോശം പറഞ്ഞിടക്കുക. ഈ റമദാൻ മാസത്തിൽ തന്നെ ഞാൻ പറയാം, ഇപ്പോഴും കുറച്ച് വിഷയങ്ങളൊക്കെ എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ അതിനൊക്കെ നിൽക്കണേ? നമ്മളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിള് പടച്ചോ തിരിച്ചടി കൊടുത്തിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ ഇതിനെക്കൂടെ പറയിപ്പിക്കണ്ട. ആളെ സ്നേഹിതന്മാരൊക്കെ വീഡിയോസ് കാണുന്നവരാ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അത് ചില മൂഢന്മാർ അപവാദം പറഞ്ഞെടുക്കുക. നമ്മളോട് പക ഉണ്ടായി കഴിഞ്ഞാലേ നമ്മളവിടെ അപവാദം പറയുക.
അപ്പോൾ അതിനൊക്കെ സൈഡ് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇല്ലെങ്കിൽ അപവാദം പറയുക. ചിലർ ഈ അപവാദം പറഞ്ഞു വരുത്തും, ചിലർ ഇങ്ങനെയുള്ളവർ, എല്ലാ ആളുകളൊന്നുമില്ല. കുറച്ച് ദീനിയും കുറച്ച് ഇതായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് നടക്കുന്നവരൊന്നും ഇല്ല. ചിലപ്പോൾ ഇവർ ഭയങ്കര നിസ്കാരം ഓത്തും പള്ളിക്കരി പോക്കും ഒക്കെ ഉണ്ടാവും, വേഷത്തിലൊക്കെ നല്ല ഡീസൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നിന്നിട്ടില്ലേ മനസ്സ്, അത് നന്നാവില്ല. അതിൽ നന്മ ഉണ്ടെങ്കിലും അത് നന്നായാലും മാത്രമേ എന്ത് ചെയ്ത അമല് പടച്ചവൻ സ്വീകരിക്കുള്ളൂ. അബോധം വേണ്ടയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് മോശത്തരം പറഞ്ഞെടുക്കുക. ആരുമില്ലല്ലോ ചോദിക്കാൻ, പക്ഷെ പടച്ച റബ്ബുണ്ടാവും ചോദിക്കാൻ. പടച്ച റബ്ബ് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ആ ആളിടയിൽ ആണ് ഈ പറയുന്നതും കൂടി ഓർക്കണം. ആരെ വിചാരം എന്താ, നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ ആ ആളോടുകൂടി മനസ്സിൽ വെച്ചിട്ട് ഞാൻ പേരിവിടെ വെളിപ്പെടുത്തണില്ല, പറയേണ്ട സമയം ഞാൻ പറയും. അപ്പോൾ എൻ്റെ അക്കാനോട് മോശമായിട്ട് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് നമ്മൾ കുടുംബം തെറ്റിക്കാനുള്ള പരിപാടി, താമസിക്കുന്ന സ്ഥലത്തു നിന്ന് തരത്താനുള്ള പരിപാടി ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ തോറ്റു. പക്ഷേ അയാൾ വിചാരിച്ചൊരു പെണ്ണല്ല ഇന്ന്. അതെന്താ അങ്ങനെ കണ്ണോട് കാണുകയാണ്. അതാണ് പഠിച്ച റബ്ബ് അതിൽ നിന്നൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനത്തെ വിഭാഗത്തിൽ പെടുത്തല്ലേ ആരും എന്നുള്ളൊരു ഇതായുള്ളൂ. നമ്മളെ മക്കളെയും പെടുത്തല്ലേ, നമ്മൾ ഉറ്റവരും ഇടയരും പെടുത്തല്ലേ, ആരെയും പെടുത്തല്ലേ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു വിഭാഗത്തേക്ക് ഈ പക കൊണ്ട് ഓരോന്ന് പറഞ്ഞ് നടക്കുക. എന്നിട്ട് അത് ചില മൂഢന്മാർ തിരിച്ചറിവില്ലാതെ അത് പറഞ്ഞ് പരത്തുക, എന്നിട്ട് അത് മറ്റുള്ളവരെ ചെവിയിൽ കൊടുക്കുക. അതിലൊരു ജോലിയാണ്, ജോലി ഏറ്റെടുത്ത പോലെയാണ് അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ചിലരുണ്ട്. അത് ഇയാളെ, അതായത് ഒരു ഡ്രൈവറാണ്, ഇയാൾക്ക് നാട്ടിൽ വന്ന് വീട് വെച്ചു കൊടുത്താണ്. ഇയാൾ മോശം രീതിയിൽ പറഞ്ഞു വരുത്തുക. കാരണം അയാളെന്നെയല്ല ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ പരിചയം. ഞങ്ങൾക്ക് അയാളെ സ്വഭാവം ശരിക്കും എന്താ അറിയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ കെയർ ഓഫിലുള്ളൊരു കച്ചവടം തന്നെ ഏറ്റെടുക്കില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും തനി സ്വരൂപം അറിയുന്നത്. തനി സ്വഭാവം അൻ്റെയോടെ അടുക്കുമ്പോൾ വാങ്ങേണ്ട പുള്ളി അറിയാൻ ഓരോരോ കാര്യങ്ങളുകൊണ്ട് അടുത്തപ്പോഴാണ് അറിയുന്നത്. അപ്പം അയാൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മളോട് വെറുപ്പായി ഉദ്ദേശം. അപ്പോൾ ഓരോന്ന് പറഞ്ഞടന്നതും ഓരോരോ കുത്തിത്തിരിപ്പ് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൂ എന്നാ വിചാരം. ഒന്നും മനസ്സിലാവില്ല പൊട്ടത്തി. ഞാനങ്ങ് മൗനം പാലിച്ച് നിന്ന് പറയുന്നതിനനുസരിച്ച് നന്നിട്ട് മറുപടി പറയാനും പോയില്ല, തീറ്റി പറയാനും പോയില്ല. ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയാം, മോശത്തരം പറഞ്ഞ് പരത്തുക. എല്ലാവരും ഒന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ, കുറച്ചെണ്ണം ഉണ്ട്, അവർ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ചെയ്യട്ടെ. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ ഞാൻ പറയുകയാണ്, പറഞ്ഞ് തിരിഞ്ഞ് കുത്തും, അത് ഉറപ്പാണ്. ഒരു ഇതുമില്ലാത്തവരെ ഇതായി പറയുന്നവർക്ക് എന്തായാലും പഠിച്ച റബ്ബ് കൊടുക്കാണ്ടിരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർ എന്നെ പറഞ്ഞ് എന്നെ ക്രൂശിച്ച് നടന്നവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ. ഞാനിവിടെ നിന്നുള്ളൂ, പക്ഷെ എൻ്റെ നാട്ടിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഒരു കുടുംബം മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു പെൺകുട്ടീനെയാണ് തീർക്ക് തള്ളിവിട്ടതെന്ന് പറഞ്ഞ പോലെ തള്ളിവിട്ടെന്നെ ഒരാശ്രയമില്ലാതെ ഇനി എൻ്റെ അമ്മാനെ ഞങ്ങളെ സ്വത്തെടുത്തിട്ട് അവരൊന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഈ പറഞ്ഞവനും പറഞ്ഞ് നടക്കുന്നവരും അനുഭവിക്കുന്ന ഞാൻ പറയണത്. കാരണം അത്രേൻ്റെ മനസ്സിൽ വിഷമം കടന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് ആവില്ല, അതിൻ്റെ മേലേക്ക് ഞാൻ പോവില്ല. പക്ഷേ റമദാൻ മാസത്തിൽ നിന്ന് ഞാൻ പറയണേ, ഇപ്പോഴും അടുത്തിൻ്റെ കാതിൽ കേൾക്കാൻ ഇടയായി. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഞങ്ങളവിടുന്ന് തുരത്തി ഓടിക്കാൻ. ഞങ്ങൾക്ക് എവിടെയെന്നില്ലത് ഇഞ്ഞാവുന്ന പരന്ന് കിടക്കല്ലേ, എവിടെയാണ് നല്ലത്, എവിടെയാണ് നിന്നത്. ഞാൻ ഒരുത്തൂല കുറച്ച് നിൽക്കണമെന്ന് ജീവിക്കണം. പക്ഷേ ഇവർ ഉദ്ദേശിച്ച കാര്യത്തിന് ഇവരെ ഉദ്ദേശം നടന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ദുഷ്ട ജന്മങ്ങളുണ്ട് ഭൂമിയിൽ. പിശാചിൻ്റെ സ്വഭാവമുള്ള ജന്മങ്ങൾ, പിശാചിൻ്റെ ഇതിലുള്ള മനുഷ്യർ, പിശാചാണ് ഇവരുടെ ഉള്ളിൽ. അപ്പോൾ അവരുദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഓരോരോ അപവാദങ്ങൾ പറഞ്ഞ് നടക്കുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് മോശം രീതിയിൽ ഇതാക്കുക.
പക്ഷെ നമ്മളെടുത്ത് അങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടിട്ടില്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിയുള്ളവർക്ക് അത് വിശ്വസിക്കൂല, ഇതാക്കൂല. ഈ ആളേനെ അറിയാം, പറഞ്ഞടക്കുന്ന ആളേനെ അറിയാം, മറഞ്ഞു നിന്നിട്ടേ പറയുള്ളൂ. അതല്ല ഒരു സംഭവം, ബഹുരസം. മറഞ്ഞ് ഒളിഞ്ഞ് നിന്ന് പറയും. നേരിട്ട് നേരെ ഒന്ന് പറയാനുള്ളത് തൻ്റെ അടല്ല, പറയൂല. അങ്ങനത്തെ ഒരു ചതിയന്മാരങ്ങനെയുള്ളൂ, ദുഷ്ടന്മാരും ചതിയന്മാരും അങ്ങനെയാണ്. പക്ഷേ ഒരു കാലം അനുഭവിക്കും അതിൻ്റെ ഭവിഷ്യത്ത്. ഈ നാക്ക് തന്നെയാണ് ഒരാളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും. വാക്കുകൾ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്തിടുമ്പോൾ ശ്രദ്ധിക്കണം. വായന്ന് വീണ വാക്കോ കയ്യിൽ നിന്ന് വീണ ആയതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതൊന്നും ബോധമില്ലല്ലോ. എന്താ ഒരു നാക്കിനെല്ലില്ലല്ലോ, അന്നതൊക്കെ അങ്ങോട്ട് വായന്ന് പറഞ്ഞ് നടക്കുക, അത്ര തന്നെ. നമ്മളതിനൊക്കെ എതിർത്ത് നിൽക്കണോണ്ട് നമുക്ക് കുറച്ച് ശത്രുക്കളുണ്ട്. ആ രീതിക്ക് പകയും ദേഷ്യമുള്ളവരുണ്ട്. കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുന്ന പോലെ കുറച്ച് അത് കിട്ടുമോ നോക്കും, കിട്ടൂല എന്നണ്ട തുടങ്ങും. മോശം, അത് പിന്നെ മോശം, കിട്ടൂല. അത് പിന്നെ പുളിച്ചതാ വഴിച്ചതാ കിട്ടൂല. അതാണ് ഒരു പെണ്ണിൻ്റെ കാര്യത്തിലും. ആ പെണ്ണ് പിന്നെ മോശമാണ്. അവരുദ്ദേശിച്ച കാര്യത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പെണ്ണ് പിന്നെ മോശം, പിന്നെ അവൾ മോശക്കാരത്തിയാക്കുക. അതിവിടെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ട് വന്ന് പറയാനൊന്നും മടിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവരാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് പറയാനും കാരണം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടിലുള്ള സഹോദരന്മാരും ഇവിടെയുള്ള സഹോദരന്മാരും ഒക്കെ കേൾക്കാനും കൂടി അറിയാനും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു അപവാദ പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക, വിശ്വസിക്കാതിരിക്കുക. സത്യം എന്താണെന്ന് നേരിൽ കാണുമ്പോൾ മാത്രം വിശ്വസിക്കുക. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ തെറ്റ് ചെയ്യുന്നതിനേക്കാളും കുറ്റമാണ് അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ ഫലങ്ങളും ദോഷങ്ങളും ഗുണങ്ങളൊക്കെ പടച്ചവൻ്റെ അടുത്ത് നിന്ന് വാങ്ങേണ്ടി വരും. അതും കൂടി ഞാൻ ഈ റമദാൻ മാസത്തിൽ പറയാണ്, അതും കൂടി ഓർക്കുക. എന്നിട്ടത് വാങ്ങി പറയാൻ നിൽക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ ഇതിനെക്കുറിച്ച്. അപ്പോൾ എന്തായാലും എല്ലാവരെയും അങ്ങനെയുള്ള നാക്കിനെ തൊട്ടും പടച്ച അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ പറയുന്നവരോട് പ്രചരിക്കുന്നവരോടും ഒക്കെ. അപ്പോൾ എല്ലാം പടച്ചവനിക്കാണ് എത്തുന്നത്. പടച്ചവൻ്റെ അവിടെ നിന്ന് ഉള്ള ഒരു തീരുമാനങ്ങളാണ്. അതുപോലെ ഇരിക്കും എല്ലാതും. എല്ലാം നന്മയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ പോലെ അതിന് അത്രയും ഞാൻ കരുതുന്നുള്ളൂ, എല്ലാം നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ.